എഴുന്നേറ്റ് പോടാ. ആശാൻ കുറച്ച് വൈകിയിരുന്നെങ്കിൽ. ഇത് ഉത്തമൻ. ആളൊരു പൊങ്ങച്ചക്കാരനാ. ഭാരതത്തിൽ തന്നെ വെല്ലാനൊരു ഗുസ്തിക്കാരില്ലെന്നാണ് ഇയാളുടെ പക്ഷം. മോനെ, ഇത് ഇന്ന് ഇന്നലെ തുടങ്ങിയ പരിപാടിയല്ല. അതാണ് ഉത്തമനെ കാണുമ്പോൾ നാട്ടുകാർക്ക് ഒരു പേടിയല്ല, ഒരു ബഹുമാനം. ആശാന്റെ ഒരു ടൈമിങ്. ഭൂമാതാവിൻ്റെ മടിയിൽ പിഞ്ചു കുഞ്ഞിനെ പോലെ ഇരിക്കുന്ന ഇദ്ദേഹമാണ് ലാലൻ. മോഹൻലാലിന് ആന്റണി പെരുമ്പാവൂരെന്ന പോലെ ആശാന്റെ അടിമ ശിഷ്യൻ, സോറി അരുമ ശിഷ്യൻ. ഒരെണ്ണമുണ്ട് മാറണം കുറിയും തൊട്ട്. രാവിലെ തന്നെ തുടങ്ങിയ ആശാന ശിഷ്യനും കൂടെ മുട്ട കയറ്റം. ഏയ് ആശാനെ ടൈമിങ് പഠിപ്പിച്ചോണ്ടിരിക്കുന്നു. തുടങ്ങി. എന്താണെന്നെ കണ്ണ് തള്ളിയിരിക്കണേ? എത്ര മുട്ട കയറ്റി? അത് ആശാൻ 2, ഞാൻ 1. രാവിലെ തന്നെ ബോഡിയൊക്കെ നന്നായിട്ട് നനക്കി എനിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടാണോ. അതുകൊണ്ട് എന്താ നല്ലൊരു ഗുസ്തിക്കാരനാകാൻ പറ്റിയില്ലേ? ബോഡിയൊക്കെ ഇപ്പോഴും നല്ല ഫിറ്റാ. അല്ലാതെ രാവിലെ പള്ളിയിലും അമ്പലത്തിലും കയറി കുറിയും തേച്ച് നടന്നിട്ട് എന്ത് കാര്യം? തിരുനെറ്റിയിൽ തിലയക്കുറി ചാർത്തി നിൽക്കുന്ന ഇദ്ദേഹമാണ് തിലകൻ. നാട്ടിൽ കണ്ടുവരുന്ന ക്ലീശ കുത്തിത്തിരിപ്പ് കഥാപാത്രമാണെങ്കിലും ആളൊരു കരയോഗം പ്രസിഡന്റൊക്കെയാണ്. എന്താണോ തിലക രാവിലെ താൻ ചെടിയൊക്കെ ആയിട്ട്? ഇത് തന്നെ ഭാര്യ പറഞ്ഞിട്ടൊരു മൈലാഞ്ചി ചെടിയാ. അതിന് താൻ മൈലാഞ്ചിയൊക്കെ കൈകൊണ്ട് തൊടുക. അതിന് അവളെ അമ്പലത്തിൽ പോയേക്ക്. ആണോ? ഞാനും എവിടെന്നാ പറയണത്? അതിന് ഇയാൾക്കിട്ട് 2 പൊട്ടിക്കാൻ എന്താ വഴി? ഇവരെ കൂടാതെ ഒരാൾ കൂടി കഥയിലേക്ക് വരാനുണ്ട്. അവൻ ഇപ്പോൾ ഒരു എൻട്രി കൊടുത്തില്ലെങ്കിൽ പിന്നെ ഒരിക്കലും ഒരു എൻട്രി ഉണ്ടാകില്ല. പിന്നെ അവനെക്കുറിച്ച് പറയാനാണെങ്കിൽ എന്ത് പറയാനാണ്, നിങ്ങൾ തന്നെ കാണും. സുഖമാണോ അനുപമേ? എടോ, അപ്പുറത്ത് പുതിയ താമസക്കാരെ വന്നിട്ട് 1.5 മാസമായില്ലേ? എങ്ങനെയുണ്ട്? നല്ല കൂട്ടരാ. ഒരു കാര്യം ഭർത്താവ് ഡെയിലി രാവിലെ ഡ്യൂട്ടിക്ക് പോകും. പിന്നെ ആ കൊച്ചു തനിച്ച. ഞങ്ങൾ വലിയ കാര്യമാണ്, ഞങ്ങൾക്കും വലിയ കാര്യം. ഇടയ്ക്ക് ഇങ്ങോട്ട് വരും, ഞങ്ങൾ അങ്ങോട്ടും പോകും. സത്യം പറഞ്ഞാൽ എനിക്കെൻ്റെ കൂടപ്പുറപ്പിനെ പോലെ കൊച്ചു. എടോ, അവര് നമ്മുടെ കൂട്ടരാണ്. തനിക്ക് നാളെ അവരുടെ ചോദിക്കാൻ. എടോ, അതെന്നോ എന്തല്ലെന്ന് തൻ്റെയൊക്കെ യൂള ചിന്താഗതി മാറിയാൽ തന്നെ ഉണ്ടല്ലോ നാട് പാതി നന്നാവും. തനിക്ക് നാളെ ഇല്ലല്ലേ ഇങ്ങനെ പറയാം? തന്നെയൊക്കെ ഈ വീട്ടിൽ കെട്ടി എന്നെ പറഞ്ഞാൽ മതി. ആ ഫ്ലോ അങ്ങ് പോയി. ആ എണ്ണയും എടുത്തല്ലാലാ. പറമ്പ് നിറച്ച് മരപ്പട്ടിയാണ്. ഈ മരപ്പട്ടി പറമ്പിക്കാരാക്കും പോലെ വഴിയുണ്ട ലാല. മരപ്പട്ടിയാണെ പാടാണ് അച്ഛന്. താനെന്താണോ എന്നെ ഇങ്ങനെ നോക്കണ്? ഓ, അപ്പൊ ഞാൻ വന്ന ഒട്ടും തനിക്ക് ഇഷ്ടായില്ലല്ലേ? ഞാൻ എന്ത് പറയുന്ന? അപ്പൊ മരപ്പട്ടി വന്ന് പറഞ്ഞത് അത് വളരെ മോശമായി പോത്തവ. എടോ, ഈ തിലകൻ ഒരു വീട്ടിൽ വലിഞ്ഞേറി ചെല്ലാറില്ല. ഞാൻ ചുമ്മാ കയറി വന്നൊന്നുമല്ല. തന്റെ ഭാര്യ പറഞ്ഞിട്ട് ചെടി തരാൻ വേണ്ടിട്ട് വന്നാ. താൻ വന്നപ്പത്തിൽ തുടങ്ങിയാണല്ല മരപ്പട്ടി കയറി പോലും. മരപ്പട്ടി എടോ മരപ്പട്ടി. എടോ ചാണകം. എടോ കൈ കാട്ടം പറ്റിയ കാര്യമാണോ പറഞ്ഞത്? എന്താണ് അവിടെ തന്നെ നിന്നിളഞ്ഞത്? വന്നിരിക്കേ. നിങ്ങൾ ആര്? നിനക്ക് എന്താ വേണ്ടേ? മനസ്സിലായിട്ടാണോ അല്ലെങ്കിൽ മനസ്സിലാത്ത പോലെ നടിക്കണോ? കല്യാണം കഴിഞ്ഞിട്ട് 3 മാസമില്ലേ? മൊത്തത്തിലൊന്നും മിനിങ്ങിയിട്ടുണ്ട്. ഇവിടെ ആരുമില്ല, നിങ്ങൾ പോയിട്ട് പിന്നെ വരണം. ഏട്ടനെ കാണണമെങ്കിൽ സ്റ്റേഷനിൽ ചെന്നാൽ മതി. ആണോ? പക്ഷെ എനിക്ക് കാണേണ്ട ആള് ഇവിടെ തന്നെയല്ല ഉള്ളത്. ഹസ്ബൻഡ് പോലീസാണല്ലേ. എന്നെ പോലെയല്ല, കള്ളത്തരങ്ങൾ പെട്ടെന്ന് കണ്ടുപിടിക്കും. സൂക്ഷിക്കണം. എടാ, താൻ കൂടുതൽ നടത്താനെന്ന് പറഞ്ഞ താനും തന്റെ തന്തയെ കൂടെ വിളിക്കാത്ത കല്യാണത്തിന് ഉണ്ണല്ലേ തന്റെയൊക്കെ പരിപാടി. തന്തയ്ക്ക് പറഞ്ഞാണല്ലോ പരത്ത് ഞാൻ കാര്യം പറഞ്ഞ വൃത്തിക്ക് അറിയാൻ പറയുന്നു. ഒരു കാര്യം എഴുതിട്ട് പോടും.
ഹലോ മോളെ ഹലോ കുട്ടേട്ടാ. പിണങ്ങല്ലേ ചേട്ടൻ ഉച്ച കൂണ് കഴിക്കാനുണ്ടാവില്ല. ഇവിടെ പിടിപ്പത് ജോലി അയ്യോ അതൊന്നും അല്ല ഏട്ടാ. ഏട്ടാ ഇവിടെ ആരോ ഒരാൾ വന്നിട്ടുണ്ട്. അയാളുടെ പെരുമാറ്റം ഒട്ടും ശരിയല്ല. ആരോടും പറയേണ്ടതേ അകത്ത് കയറി ഇരിക്കുക. എനിക്കാകെ പേടിയാവുന്ന ഏട്ടാ. ആരാ പോയി? അവൻ്റെ ആയുധം വല്ല ഉണ്ടോ? മോള് സൈവല്ലേ? മോക്കൊന്നും പറ്റിയില്ലല്ലോ. ഇതുവരെ കുഴപ്പമൊന്നുമില്ല. ഏട്ടനൊന്ന് പെട്ടെന്ന് വരുമോ? മോളെ ഫോൺ വേണ്ടി കൊടുക്ക്, വേറെ സംസാരിക്കാം. ആ ഞാൻ കൊടുക്കാം. മാമ്പഴം തിന്നാം, സമ്മാനം നേടാം. ദാ എൻ്റെ ഏട്ടനാ തന്നോട് സംസാരിക്കണമെന്ന്. ഓ ഏട്ടൻ സാറേ, ആരോട് പറയും? എൻ്റെ വീട്ടിൽ കാര്യം. അയ്യോ സാറേ, ചൂടാല്ലേ സാറേ. ഞാൻ അനുവിൻ്റെ പഴയൊരു പരിചയക്കാരനാ. പരിചയം പുതുക്കുന്ന സമയമായപ്പോൾ ഒന്നിങ്ങോട്ട് വന്നതാ. പിന്നെ സാറേ എങ്ങനാ ഇവിടെ നല്ല മഴയൊക്കെ ഉണ്ടോ? മഴ നീ അവിടെ തന്നെ ഇല്ലേ? ഞാനിപ്പോൾ അങ്ങോട്ട് വരാം. വന്നിട്ട് മഴയുടെ തണുപ്പാണെന്ന് ഞാൻ കാണിച്ചിടാം. സാറേ ഒരു ധൃതിയില്ല. സാറ് സൗകര്യം പോലെ സമാധാനത്തിൽ ഇങ്ങോട്ട് വന്നാൽ മതി. ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. എല്ലാവരും മോളെ ഏട്ടാ എനിക്ക് പേടിയാവുന്ന ഏട്ടാ. പേടിക്കുന്ന മോളെ ധൈര്യമായിട്ടിരിക്കും. എന്നെ കൊണ്ട് ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റില്ല ഏട്ടാ. അവിടെ ഉത്തമൻ ചേട്ടനുണ്ടോ നോക്ക്. അപ്പോഴേക്കും കൂട്ടുകാരൻ ഓടിയെത്താം. ആ ഹാ ധൈര്യമായിട്ടിരിക്കും. ആ ആ ഞാൻ അങ്ങനെ ചെയ്യാം. വേഗം വരണേ ഏട്ടാ. കൂട്ടുകാരൻ്റെ എത്തി. ഉത്തമേട്ടാ 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 മോള് പേടിക്കണ്ട. ഇത് ഏതെങ്കിലും ഞരമ്പ് രോഗിയായിരിക്കും. ഇത് ഉത്തമേട്ടൻ ഒറ്റയ്ക്ക് ഇടിക്കാവുന്ന കേസ് കിട്ടുള്ളൂ. ഈ മുടി ഇത്തിരി നരച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. ഈ ബോഡി ഇപ്പോഴും ഫിറ്റാ. ഈ വാ കാണിച്ചു കൊടുക്കാൻ ഞാൻ അവന്. ആഹാ എൻ്റെ ഏരിയ വന്നിട്ട് അവനിന്ന് ഇവിടെ നിന്ന് പോകണമെന്ന് എനിക്കൊന്ന് കാണണം. എവിടെ ആളെവിടെ? അവിടെ ഉണ്ടേട്ടാ. ആ എന്നാ പിന്നെ അവനെ ഫ്ലാഷ് ബാക്ക് ആയിട്ട് ഏരി വിട്ടിട്ടുണ്ടാവും. പിന്നെ ഒലക്കയുടെ മൂട് ബൈക്കിരിക്കാനുണ്ട്. പിന്നെ മോളെ അവന് നല്ല മസിലൊക്കെ ഉണ്ടോ? വലിയ മസിലൊന്നും ഇല്ല ഏട്ടാ. ആ അപ്പോൾ അവൻ നല്ല അഭ്യാസമായിരിക്കും. നല്ല അഭ്യാസികൾക്ക് അങ്ങനെ മസിലൊന്നും കാണണമെന്നില്ല. ആ നിനക്കുള്ള മസിൽ ഞാൻ കാണിച്ചു തരാം. ഇറങ്ങി വാടാ മോളെ. അവൻ അടുക്കളയിലുണ്ട്. അടുക്കളയിൽ വല്ല കത്തിയാക്കട്ടേരെ പാരെ കൊണ്ടേ വെച്ചിട്ടുണ്ടോ? ആ ഉണ്ട്. ഇതൊക്കെ അടുക്കളയിലാണ് കൊണ്ട് വെക്കുന്നത്. എന്റെ പൊന്നാശനെ കത്തി കൊണ്ട് കക്കൂസി വെക്കാൻ പറ്റുക? ഒളിച്ചിരിക്കാതെ ഇങ്ങോട്ട് ഇറങ്ങി വാടാ. എന്താണ് നിനക്ക് ഇപ്പോഴൊരു മാറ്റമില്ല, പഴയ പോലെ തന്നെ. ഒരാൾ വീട്ടിൽ വന്നാൽ ഒരു ഗ്ലാസ് ചായ ഒരാളെ മര്യാദ കാണിക്കണ്ടേ? അതെ നിനക്കുള്ള ലൈം ഡി അകത്ത് വെച്ചിട്ടുണ്ട്. അല്ല ഇവരൊക്കെ ആരാ? ഇവരൊക്കെ വരുമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇവർക്കുള്ള ചായ കൂടി ഇടൂലായിരുന്ന? അയ്യോ അത് കുഴപ്പമില്ല. ഇവരൊക്കെ ഒന്ന് പരിചയപ്പെടുത്താനു. ഞങ്ങൾ പറഞ്ഞു തരാടാ. ഞാൻ കരയോ പ്രസിഡന്റ്, പേര് തിലകൻ. ഞാൻ ഉത്തമൻ, ഗുസ്തിക്കാരനാണ്. ഞാൻ ലാലാപ്പി. ഇങ്ങനെ എല്ലാ വീട്ടിലും കയറി ചായ കുടിക്കുന്ന ശീലം ഉണ്ടോ നിനക്ക്? ദാഹിക്കുമ്പോഴല്ല ഏട്ടാ ചായ കുടിക്കണ്ടേ. ചൂടറിഞ്ഞ് കുടിച്ചില്ലെങ്കിലേ നാവുള്ളൂ. എന്താണ് നിന്റെ ഉദ്ദേശം? ആരാണ് നീ? എൻ്റെ പൊന്നേട്ടാ ഞാൻ ഒരു പ്രശ്നക്കാരനല്ല, അനുഭവയുടെ ഒരു പരിചയക്കാരനാ. ആ പരിചയം ഒന്ന് പുതുക്കണമെന്ന് തോന്നിയപ്പോൾ വന്നതാ. നിങ്ങൾ എങ്ങനെയാണ് പരിചയം? ചേട്ടാ ഇവളെ എൻ്റെ കൂടായിരുന്ന സമയത്ത് ഞങ്ങൾ പോകാത്ത സ്ഥലങ്ങളോ കാണാത്ത കാഴ്ചകളോ ഇല്ല ചേട്ടാ. ആ അതൊക്കെ ഒരു കാലം അല്ലേ? താൻ എന്തൊക്കെയാണ് ഈ പറയുന്നേ? മാന്യമര്യാദയായിട്ട് താമസിക്കുന്ന കൊച്ചിനെ പറ്റി അനാവശ്യം പറഞ്ഞാണ്ടല്ലോ. ചേട്ടനെ എന്തറിഞ്ഞേട്ടാ ചേട്ടാ? ഇവള് എൻ്റെ കൂടെ നടന്നട്ടെ, എൻ്റെ കൂട്ടുകാരന് ാണ് ഇവള്. ഓടിക്കോ. എന്നല്ല ഞാൻ ഏയ് നോട്ടാ
എൻ്റെ ദേവി ഉത്തവൻ അടിച്ച പോലെ ഇനി എന്നെ ഉച്ചക്കൊരു കരയോഗം മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഇപ്പം അങ്ങോട്ട് പോയാ ഉച്ചയൂണും കഴിഞ്ഞ് ഒന്നും മയങ്ങിയിട്ട് മീറ്റിങ്ങിന് പോവായിരുന്നു. തനിക്ക് ഇങ്ങനത്തെ എന്തെങ്കിലും അഭ്യാസങ്ങളെ അറിയാവോ? എനിക്ക് ആ പാടി ചീട്ടുകൾ മാത്രമേ അറിയുള്ളൂ മോനെ. ഞാൻ പോട്ടെ പോട്ടെ മോളെ. ഓല്ലേ തന്നെ ഇത്രയൊക്കെ കണ്ടില്ലേ, ഈ ബാക്കി കൂടി കഴിഞ്ഞിട്ട് പോയാൽ മതി. വേണ്ടെന്നേ വേണമെന്നേ പോളാവുന്നു അതൊരു തമാശ. മോളുടെ ഭർത്താവ് പോലീസായിരുന്നാ? ആഹാ, മാന്യമര്യാദക്ക് താമസിക്കണ പെൺപിള്ളേരുടെ വീട്ടിൽ കയറി തലവഴുത്ത് കാണിക്കണം. മാറി എടാ വിനോദേ, നീയാ? നീ പണി ദൂരെ നിർത്തിയില്ലേ? നിന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഈ പരിപാടിയായിട്ട് പേരെ കണ്ടുപോരുന്നു. പക്ഷെ നീ വന്ന വീട് മാറിപ്പോയി. അയ്യോ മോള് പേടിക്കണ്ട, ധൈര്യമായിട്ട് നീ. ഇതിപ്പോ സ്ഥിരം പരിപാടിയാ. കുട്ടേട്ടൻ വന്നില്ലേ? സാറിൻ്റെ വീടാന്ന് പറഞ്ഞാണ് ഞാൻ കയറിയത്. സാർ, എനിക്ക് സാറിനോട് യാതൊരു പ്രശ്നമില്ല. പക്ഷെ ഇവളോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് സാറേ. എന്താടാ നിനക്ക് പറയാനുള്ളത്? എന്താടാ പറ. മോള് പേടിക്കാതിരി. ഇവനെന്താ പറയാനുള്ളത് കേൾക്കണ്ടേ? പറയടാ. ഞാൻ ഇവളുമായിട്ട് 3 കൊല്ലം പ്രണയത്തിലായിരുന്നു സാറേ. 3 കൊല്ലം കഴിഞ്ഞ വീട്ടിലാവും പറഞ്ഞത് ഒരു 5 കൊല്ലമായിട്ട് പ്രണയത്തിലായിരുന്നതാ. പറ കേക്കട്ടെ. എൻ്റെ ലൈഫിലെ ബെസ്റ്റ് ടൈമായിരുന്നു സാറേ. പക്ഷേ ഇവളും എൻ്റെ കൂട്ടുകാരനും ചേർന്ന് എന്നെ ചതിച്ചു സാറേ. സാറും സൂക്ഷിക്കണം. സാറിനെ ഇവള് ചതിക്കാൻ പഠിക്കൂല. എന്തൊരു അപരാധമാണ് ഈ പറയണത്. ആ കൊച്ചിനെ ഞങ്ങൾക്കറിയാം. നീ കൂടുതൽ വർത്താനൊന്നും പറയണ്ട. സാറേ ഇവര് ചെവിക്കലൊക്കെ കൊടുക്കുന്നാറാ പറഞ്ഞു. എടാ, നിന്റെ പല കഥകളും കേട്ട് പേടിച്ച് പലരും നിനക്ക് കാശ് തന്നിട്ടുണ്ടാവും. പക്ഷെ അത് ഇവിടെ ചിലവായി. മോളെ, ഇവരിതുപോലെ നല്ല കുടുംബത്തിൽ ചെന്നിട്ട് അവിടുത്തെ പെൺപിള്ളേരുമായിട്ട് അവിടെ പോയിട്ടുണ്ട് ഇവിടെ പോയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് അവരോട് കാശ് മേടിക്കലാണ് ഇവൻ്റെ പ്രധാന പരിപാടി. ചിലർ പേടിച്ച് കാശ് കൊടുക്കും, ചിലർ നല്ല ഇടിവെച്ച് കൊടുക്കും. അതല്ലെങ്കിൽ ചില ആൾക്കാരോട് ഞങ്ങളെ ഏൽപ്പിക്കും. എന്തായാലും അവനൊരു പ്രശ്നമില്ല. അപ്പോൾ പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞില്ലേ? റൈക്കോ സാറേ, ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ലേ സാറേ? നീ ഒന്നും പറയണ. ഇയാള് ചത്തില്ലേ? നീ കുറെ നേരമായി ഒരു പോലീസുകാരുടെ വീട്ടിൽ കയറിയുടെ ഈ ഷോ കൂടി കാണിക്കണമെന്നുള്ള ബോധം നിനക്ക് വേണം. എനിക്ക് 4 വയസ്സുള്ളപ്പോഴാണ് സാറേ എൻ്റെ അമ്മ മരിക്കണത്. കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ തന്ത വേറൊരുത്തിലൂടെ പോയി. തന്തയും തള്ളയില്ലാതെ വളർന്ന പിള്ളേരുടെ സ്വഭാവം ആ എല്ലാ കുഴപ്പം എനിക്കുണ്ട് സാറേ. എന്നെ ജീവിക്കണമെന്ന് കൊതിയുള്ള കാരണം ഞാൻ കൽക്കട്ടക്ക് വണ്ടി കയറി സാറേ. അവിടെ ചെന്ന് അറുപാദിച്ചു സാറേ. പല നാറിയ കളികളും കളിച്ച് അവസാനം എല്ലാം അവസാനിപ്പിച്ച് തിരിച്ചു പോന്നപ്പോൾ എൻ്റെ കൂടെ ഒരു അസുഖം കൂടി പോകും സാറേ. എല്ലാവരും കേട്ടാൽ ഇറക്കുന്ന അസുഖം എയ്ഡ്സ്. ഇവളായിട്ട് ബന്ധമുള്ളപ്പോൾ എനിക്കറിയില്ല സാർ എനിക്കതുണ്ടെന്ന്. എനിക്ക് ഇവളോട് പറയണമെന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പം എനിക്ക് ഇവളെ അറിയിക്കണമെന്ന് തോന്നി. നീ ഓട്ടോടോ പറഞ്ഞു പോടോ ഓഴറി. ഇപ്പൊ ഇവിടെ നിറകിലൊക്കെ ഇടിച്ച് പിഴിയുന്നില്ല ഞാൻ. ഏട്ടാ എനിക്ക് ടെസ്റ്റ് ചെയ്യണം. മോളെ കുട്ടിയുടെ മോളെ വിശ്വാസമാവും. മോള് പേടിക്കണ്ട. കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ വീട്ടിൽ ചെന്ന് പറഞ്ഞ ഒരു ക്യാൻസർ ആണെന്നാണ് പറയുന്നത്. ഇപ്പൊ നിനക്ക് എയ്ഡ്സ് ഇല്ലടാ. ഏട്ടാ എനിക്ക് ടെസ്റ്റ് ചെയ്യണം. മോളെന്തിനാ പേടിക്കുന്നത്? കുട്ടിയുടെ മോളെ വിശ്വാസമാണ്. ഇവൻ ഫ്രോഡ്. ഇപ്പൊ ഇറങ്ങിക്കോണം ഇവിടെ നിന്ന്. ഏട്ടാ മോളെ കുട്ടേട്ടൻ. കുട്ടേട്ടനല്ലടോ പൊട്ടേട്ടനാ. തനിക്കെന്താ പറഞ്ഞാ മനസ്സിലാവൂലേ? എനിക്ക് ടെസ്റ്റ് ചെയ്യണമെന്ന്. മോളോട്ട് മോഞ്ചിച്ചു. എടാ ഉത്തമ, താൻ എന്തൊക്കെയാണ് ഇവിടെ കുറിച്ച് പറഞ്ഞത്? തൻ്റെ മോളാണ്, പാവാണ്, പരിശുദ്ധമാണ്, മാങ്ങാ തൊലിയാണ്. നിനക്ക് ടെസ്റ്റ് ചെയ്യാടി. നീ എന്നെ ചതിക്കായിരുന്നല്ലടി വഞ്ചകി. എന്നാ എനിക്ക് ടെസ്റ്റ് ചെയ്യണോടി. പറ്റിപ്പോയി സാറേ, ഇവളോട് ചോദിക്കും. അത് ശരി, നിന്റെ വായിൽ നാക്കുണ്ടായിരുന്നല്ലേ? ഞാൻ വിചാരിച്ചാൽ അണ്ണാക്കിലേക്ക് ഇറങ്ങിപ്പോയത്. ആ മതി, നിർത്ത്. വല്ല ഡയലോഗൊന്നും അടിക്കണ്ട. ഇയാളുടെ മുഖത്ത് വല്ല വെള്ളം കൂടി ഇരിക്കും, ചത്തുപോവും.
എഴുതേടോ. ആ എല്ലാവരും എത്തിയ എന്നാ മീറ്റിംഗ് ആരംഭിക്കാം. എന്തോ എന്താണ് പോകണ കാര്യം പറയണത്? എടോ ഉത്തമനെ ടെസ്റ്റ് ചെയ്യാൻ ഉത്തമന്റെ ഭാര്യയെ ടെസ്റ്റ് ചെയ്യണ്ടേ? അങ്ങനെയൊക്കെ എനിക്ക് ടെസ്റ്റ് ചെയ്യണോ? ഒരമ്മമ്മടെ മൈലാഞ്ചി കേട്ടതൊക്കെ സത്യായിരിക്കില്ലേ? സുഖമാണോ നാൻസി? പണ്ട് കുഞ്ഞുരാമായണത്തിൽ ബിജുമേനോ പറഞ്ഞ പോലെ ഇവിടം വരെ ഇവനായിരുന്നു ഹീറോ, പക്ഷേ ഇവിടെ നിന്ന് അങ്ങോട്ട് ഞാനാണ് ഹീറോ. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് എൻ്റെ ഹീറോയിസമാണ്, നല്ല കട്ട ഹീറോയിസം.